എക്സൈറ്റ് ആയിരുന്നോ? അതെ, എനിക്ക് ഞാൻ പിന്നെ പുറകെ നടന്ന് വളച്ചെടുത്തു. എന്താ ഇഷ്ടപ്പെട്ടെ? ചിരി. ചിരി നുണക്കുഴി, അതില് നമ്മള് വീണു. ഞങ്ങൾ അങ്ങനെ വലിയ വഴക്കുകൾ ഉണ്ടാക്കാറില്ല, ദിവസം 5 പ്രാവശ്യം. ഇതോടുകൂടി നമുക്ക് നോക്കാം ഇവര് തമ്മിൽ എത്ര മനപ്പൊരുത്തണ്ട്. 100-0. മമ്മിയുടെ തക്സ് കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ തങ്കല്ല, നമ്മുടെ ചിരി. ചിരിയാണ് മമ്മിയുടെ ഹൈലൈറ്റ്. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ട നിർത്തണം എന്ന്? എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് എപ്പോഴെങ്കിലും? അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഏറെ കേറിയിട്ടില്ല. റീസെന്റ് ആയിട്ട് നിനക്ക് സ്ട്രെസ് കൂടുന്ന എന്തിനാണ്? എന്റെ പേരൊന്നും എഴുതി വെക്കുന്നത്. ചേട്ടനെ കാണുമ്പോൾ ഏത് സിനിമാ താരത്തിന്റെ ലുക്ക് ഉണ്ടെന്നാണ് ചേച്ചി പറയാറുള്ളത്? ചേച്ചി ഒന്ന് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോ ചേട്ടൻ അത് എങ്ങനെയാണ് അതൊന്ന് ഡീൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? നല്ലോണം വന്ന് നിർത്തിയിട്ട് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹേ ഹലോ, വെൽക്കം ടു ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ്സ്. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട, നമുക്കൊത്തിരി ഇഷ്ടപ്പെട്ട ദ കൈപ്പൻ വർക്ക്സ് ചേട്ടാ, ചേച്ചി, മമ്മി, കുഞ്ഞുമണി, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എനിക്കൊന്നും 2 ആഴ്ചയായില്ലേ നാട്ടിൽ വന്നിട്ട്? ആവുന്നു. എങ്ങനെയുണ്ട് നാട്ടില് പെട്ടെന്ന് വന്നിട്ട്? പെട്ടെന്ന് വന്നിട്ട് ചൂട് പറ്റുന്നതായിരിക്കും അല്ലേ? പെട്ടെന്നൊരു ലാസ്റ്റ് വന്നതിന്റെ അത്രയും അതിനേക്കാളും ബെറ്റർ ആണ്. ലാസ്റ്റ് ഞങ്ങള് ജൂലൈയിലൊക്കെ വന്നത്, അപ്പൊ ഭയങ്കര ചൂടായിരുന്നു. ഓക്കെയാണ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങളാണല്ലോ, ഫുള്ള് വിശേഷങ്ങളല്ലേ എപ്പോഴും. കുഞ്ഞുമണി ബിസിയാ. ആരെ മുടിയായിട്ട് തന്നെ? കുഞ്ഞുമണി വിളിക്കുന്നു ചേച്ചി. ആരെ വിളിക്കുന്നു? ഹായ് പറ. ഹായ് പറ. ഹായ് പറ പിന്നെ. ഹായ് കൊടുക്ക്. ഹായ് പറ. കുഞ്ഞുമണിയുടെ ഹൈലൈറ്റ് മുടിയാണല്ലേ? അച്ചൂരുണ്ട്. മൊത്തത്തിൽ വാരി കെട്ടിയേക്കാം. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഒക്കെ എങ്ങനെയാണ്? പെട്ടെന്നുള്ള മാറ്റം ഇപ്രാവശ്യം വലിയ പ്രശ്നമില്ലായിരുന്നു. സാധാരണ നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് തണുപ്പത്തിൽ നിന്ന് ഇപ്പൊ അവിടെ തണുപ്പാണ്. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങളിപ്പോ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്, വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു ആദ്യമായിട്ട് കണ്ട ഒരു ഫീല് പോലും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കാരെ പോലെ നമുക്ക് തോന്നുന്നേ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് വേറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? തീർച്ചയായും. എല്ലാരും തന്നെ വന്നുകൂടി വന്ന് സംസാരിക്കുമ്പോൾ പറയും പുറത്തുനിന്ന് ഒരാളെ കണ്ട ഫീലിങ്സ് ഇല്ലാന്ന് ഇപ്പോഴും പറയാറുണ്ട്. മമ്മി, എന്താണ് മമ്മിയുടെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു. മമ്മിയുടെ തക്സ് കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ തങ്കല്ല, നമ്മുടെ ചിരി. ചിരിയാണ് മമ്മിയുടെ ഹൈലൈറ്റ്. എവിടെ ശുങ്കുനൊന്നും കൊണ്ടുവരുന്നത്? സ്കൂളിൽ അനിയൻ്റെ കൂടെ നിൽക്കുന്നത്. അനിയ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് 2 ആഴ്ച നിൽക്കും. അപ്പൊ അവനെ സ്കൂളിലെ ലീവ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ലീവ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവിടുത്തെ ഇതെന്ന് നമ്മള് കൗൺസില് ഫൈനൊക്കെ അടയ്ക്കണം. 2 ആഴ്ചത്തേക്കല്ലോ, ഞങ്ങൾ 2 ആഴ്ചത്തേക്ക് വന്നതാണ്. അപ്പം അതുകൊണ്ട് അവൻ ചോദിച്ചു, അവൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞു. സന്തോഷമായിട്ടാണ്. അവന് പ്രശ്നമില്ല, അവന് ഉപ്പയായിട്ട് അറ്റാച്ച്ഡ്. ഞങ്ങളെക്കാളും അവന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോ സാധിച്ചു കൊടുക്കുന്ന ആളാണ് ഉപ്പ. അതുകൊണ്ട് അവനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാ. അതുകൊണ്ട് പ്രശ്നമില്ല, അടിപൊളിയായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പം ഞാനിപ്പോ ഇന്നലെ റീസെന്റ് ഇതേ കുഞ്ഞുമണിയുടെ കാത് കുത്തി വീഡിയോ ഒക്കെ കണ്ടു. കുഞ്ഞുമണി നോക്കട്ടെ, കാത് നോക്കട്ടെ, കാത് നോക്കട്ടെ. വേന ഉണ്ടായിരുന്നോ? കുത്തിയപ്പോ കരഞ്ഞു. അത് പിന്നെ സാധാരണ ഇങ്ങനെ പനിക്കൂന്നൊക്കെ കേട്ടിട്ടില്ലല്ലോ. പറ്റില്ല, അതുവരെ ഒരു അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പോകുന്നതിന് 3-4 ദിവസം മുമ്പ് കുത്തി. വല്ല പനിയൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ഇതാവണമല്ലോ നിർത്താം. എന്താണെങ്കിലും പനി കടിക്കല്ലേ, പനിച്ചൊന്നുമില്ല, ആളെ ഓക്കെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വെറൈറ്റി കണ്ടന്റ്സ് കിട്ടുന്നത്? നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ്സ് ആണ് നിങ്ങളുടെ. നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അത്. അതിനകത്ത് വരുമ്പോ അതിപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സാധനങ്ങൾ വീഴും. അപ്പൊ അത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യാണ്.
അതാണ് ഒരു 90% വീഡിയോ ഞങ്ങളുടേതാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് മറ്റുള്ള വീഡിയോകൾ ചെയ്യും. ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് പറ്റുന്ന പണിയല്ല. എന്നാലും ചിലതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ അതിനകത്ത് ചിലപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ അതേപടി ഇംപ്രവൈസ് ചെയ്യും ചില കാര്യങ്ങള് അങ്ങനെയൊക്കെ. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോണ്ടന്റ് ക്ഷാമം വരലാണ്. അപ്പൊ എനിക്കൊന്നും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുവരെ അങ്ങനെ നമുക്ക് സമയം കിട്ടാത്തേ ഉള്ളൂ. സമയം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ ജോലി ഇപ്പൊ മമ്മി അവിടെ ഇല്ല. മമ്മി ഇല്ലാത്തതുകൊണ്ട് ഒരാൾ ജോലി മമ്മിയാണ് മെയിൻ കണ്ടന്റ് അല്ലേ? നമ്മുടെ വീട്ടിലെ എല്ലാരും കണ്ടന്റാ. നമുക്ക് ടൈം കിട്ടുന്നില്ല. അതാണ് മമ്മി ഉള്ളപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ഒരുമിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് ഓഫ് ഒക്കെ വരും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഒരുമിച്ച് അങ്ങനെ ടൈം ഒരുമിച്ച് ഓഫ് കിട്ടാറേ ഇല്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാനും ടൈം ഇല്ല. അതാണ് ഏറ്റവും. നിങ്ങളുടെ വീഡിയോസിൽ കമന്റ്സിലൊക്കെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ആരെയാ? എല്ലാരും മമ്മിയെ മിസ് ചെയ്യുന്നവർ പറയുന്നുണ്ട്. കുഞ്ഞുമണി, ശുങ്കു. നാട്ടിൽ വന്ന സമയത്ത് ശുങ്കുവിനായിരുന്നു. ചെക്കനെവിടെ, കുട്ടനെവിടെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് വരാറുണ്ട്. ശുങ്കുവിന് ഭയങ്കര ഒരു ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ് എല്ലാരോടും. വെറൈറ്റി പേര് വന്നേ ശുങ്കു എന്നുള്ള പേര് ഞാൻ വിളിച്ചു തുടങ്ങിയാണ്. അവന്റെ യഥാർത്ഥ പേര് റൂബൻ എന്നാണ്. കുഞ്ഞുമണിയുടെ ശരിക്കുള്ള പേരെന്താ? അതൊക്കെ അറിയത്തില്ല. അതാരും വിളിക്കാറില്ല. ചില സമയത്ത് നമ്മള് തന്നെ തപ്പിപ്പോകും. നമ്മുടെ അവളുടെ യഥാർത്ഥ പേരെന്തോന്നു. കുഞ്ഞുമണി പെട്ടെന്ന് ചോദിക്കുമ്പോ കുഞ്ഞുമണി നമ്മൾ അറിയാതെ പറയാ. നമുക്ക് എപ്പോഴും വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും നമ്മുടെ നാവിന്റെ തുമ്പത്ത് വരുന്നത്. മമ്മിക്ക് ഇവര് ചെയ്തേക്കണ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? എല്ലാ വീഡിയോ ഇഷ്ടം. എന്നാലും ഒരെണ്ണം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ടാവല്ലോ. എന്നാലും ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാലും ഇപ്പൊ പെട്ടെന്ന് ഞാൻ പറയുമ്പോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വന്നൊരു വീഡിയോ ഏതാ? അതൊരു ഫ്രോക്കിന്റെ വെള്ള ഫ്രോക്ക്. ഞാൻ പറഞ്ഞില്ലയോ വെള്ള ഫ്രോക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു അലമാരി വെക്കുന്ന ഇത് നല്ല ഇടമോനെ സൂക്ഷിച്ചു വെക്കെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് അത് വെച്ചേരെ അവിടെ കല്യാണത്തിന് എടുക്കാം. അത് ശരിയാ. അത് പഴയ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാര്യാണ്. നമ്മള് ഒരു സാധനം പുതിയ എടുക്കത്തില്ലല്ലോ. പുതിയൊരു കുഞ്ഞിനെ ഒരു സാധനം മേടിച്ച് അത് അവിടെ വെച്ചേക്കും, അലമാരി വെച്ചേക്കും. ചിലപ്പോ നമ്മൾ പോലും അറിയത്തില്ല. വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കുമ്പോൾ അന്ന് ഇടാത്ത സാധനങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോഴും അലമാരികൾ കാണും. അത് എല്ലാവരുടെ വീട്ടിൽ ഇറങ്ങുന്ന സംഭവം. ആ ഒരു സാധനം അത് ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാൻ ഇപ്പം പെട്ടെന്ന് നമുക്കൊരു മൊമെന്റിൽ തോന്നുന്നതായിരിക്കില്ലല്ലോ. നമുക്ക് പണ്ട് തൊട്ടേ ഒരു സ്പാർക്ക് എവിടെന്നെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ കുട്ടിക്കാലത്ത് ഒരു ഇതിനോടൊക്കെ ഒരു താല്പര്യവും അല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ നമുക്കൊരു ഇത് തോന്നുക. താല്പര്യം യൂട്യൂബ് തുടങ്ങി ഞങ്ങളിപ്പോ തുടങ്ങി 5 വർഷമായി. 5 വർഷം. ഈ ഒരു ലാസ്റ്റ് ഒരു 3 വർഷമാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് തുടങ്ങിയത്. അതും കൂടുതലും ഫാമിലി കണ്ടന്റുകളാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി. അപ്പം നമ്മള് ഏത് കണ്ടന്റിലാണോ നമ്മൾ വിജയിച്ചിരിക്കുന്ന ആ കണ്ടന്റ് നമ്മൾ വീണ്ടും തുര പോസ്റ്റ് ചെയ്തു. അതിനകത്ത് ഒരു വിജയം ഉണ്ടായി. അല്ല ചേട്ടന്റെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം നമ്മുടെ അവിടെ പോയി കലാലയത്ത് പോയി അങ്ങനെയല്ല, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ? നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് പുറത്ത് നടക്കുക, എൻജോയ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഹോബി. അല്ലാതെ വേറെ ഒന്നുമില്ല. ചേച്ചി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ? ആക്റ്റീവ് ആയിരുന്നു വെച്ചാൽ ഞാൻ ആർട്സ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് സ്പോർട്സ് സൈഡിൽ ആക്റ്റീവ് ആയിരുന്നു ഒരു 9th 10th വരെ. അതിനുശേഷം ഒന്നുമില്ല. ആർട്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നോക്കിയിട്ടില്ല. അതല്ലാതെ വേറെ അങ്ങനെ ആക്റ്റീവായിട്ട് ഒന്ന് ഒരു സ്റ്റേജിൽ പോയ ഒരാളുടെ അടുത്ത് നമ്മളുടെ വീഡിയോയുടെ കണ്ടന്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അതില് കുറെ ആൾക്കാരൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളത് വലിയ നമ്മുടെ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നു അതേ ഒരു രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അപ്പൊ കണ്ടന്റ് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കിട്ടും. അപ്പൊ അത് കൂടുതൽ ആൾക്കാരിലേക്ക് ചെന്നു. അത് വലിയൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും എന്നാലും ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട് ഞങ്ങള്. മമ്മി ഏറ്റവും കൂടുതൽ കാണുന്ന ആരുടെ യൂട്യൂബ് വീഡിയോസാ? ഇവരുടെ അല്ലാതെ എല്ലാവരുടെയും കാണും. മമ്മി എല്ലാരും കാണും, എല്ലാവർക്കും ലൈക്ക് ചെയ്യും. മമ്മിയല്ലേ രോഹന്റെ
എല്ലാം കാണും. അതാണ് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ പോയി സംസാരിച്ചിട്ട് വരട്ടെ. മമ്മി എല്ലാരോടും അങ്ങോട്ട് കേറി മിങ്കിള് ചെയ്യുന്നൊരു മമ്മി വ്യക്തി. ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെന്ന് തോന്നുന്നല്ലേ? ഞാനത്രയില്ല. അഞ്ചു മമ്മിയൊക്കെ ഒരേ തരത്തില. നന്നായിട്ട് എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് കയറി ഇടിച്ചു കയറി മിണ്ടാൻ അറിയത്തില്ല. അതൊരു ടൈം എടുക്കുമായിരിക്കും. ടൈം എടുക്കും. മിണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കമ്പനി. നമ്മൾ മിണ്ടി കഴിഞ്ഞ ടീമാണ് ഈ ഇരിക്കുന്നത്. ഇവരായിരിക്കും ഫുൾ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ നാട്ടുകാരുമാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അവര് എപ്പോ ചെന്നാലും എപ്പോ കണ്ടാലും നമ്മളോടുള്ള പെരുമാറ്റവും ഒക്കെ ഒരു സപ്പോർട്ടും ഒക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുതുപ്പള്ളി പോയപ്പോൾ ഞങ്ങളെ വീഡിയോ കാണുന്നൊരു നിങ്ങളെ മറ്റുള്ള ആൾക്കാർ കളിയാക്കിയാലും ഒരിക്കലും നിർത്തരുത്. നല്ല ഒരുപാട് ആൾക്കാർക്ക് നല്ല പോസിറ്റീവായിട്ട് എനർജി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരിക്കലും കളിയാക്കിയാലും നിർത്തരുതെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ട നിർത്തണം എന്ന്? എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് എപ്പോഴെങ്കിലും? അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഏറെ കേറിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അത് നമ്മള് എല്ലാ കമന്റും നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളിപ്പോ എല്ലാം അങ്ങ് ശ്രദ്ധിച്ച് അതിന്റെ പുറകെ നമ്മുടെ വർക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാലോ, ഒരാളെ നെഗറ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ അതായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഹേർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ചു നേരം ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകിലൊക്കെ പോകും. അങ്ങനെ ചിന്തിക്കാറില്ല. ചിന്തിക്കും കുറച്ച് നേരം കമന്റ് റിപ്ലൈ കൊടുക്കണമെന്ന് വിചാരിക്കും. പിന്നെ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്തത്. പിന്നെ ഒരുപാട് അങ്ങനെ ശല്യം ചെയ്യുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വിടും, ഹൈഡ് ചെയ്ത് വിടും. അവിടെ നിൽക്കുമ്പോൾ ഫാമിലി അല്ലാണ്ട് നാട്ടിലെ ഏറ്റവും മിസ് ചെയ്യുന്ന എന്താ? നാട്ടിലെ ക്രിക്കറ്റ് കളി, പൊറോട്ടയും ബീഫും. അങ്ങനെ പൊറോട്ടയും ബീഫും പിന്നെ ഡ്രസ്സ്, ഇതൊക്കെ എല്ലാം ഇപ്പോഴും അവിടെ കിട്ടും. എല്ലാം കിട്ടും. എല്ലാം കിട്ടും. പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. നമുക്ക് എല്ലായിടം പോയി കാണുകയും. പിന്നെ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇവിടെ പിള്ളേരെ ചുറ്റും പുറത്ത് ഇറങ്ങുന്നില്ല. ഇവരെല്ലാം എനിക്ക് അകത്താണ് തോന്നുന്നു. ഗെയിം പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നത്. ഈ സെഗ്മെന്റിന്റെ പേരാണ് മേഡ് ഫോർ ഈച്ച് അതർ. ഇതോടുകൂടി നമുക്ക് നോക്കാം ഇവര് തമ്മിൽ എത്ര മനപ്പൊരുത്തമുണ്ട്. 100-0. ഓക്കെ, നമുക്ക് തുടങ്ങാം. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഓ, അതറിയാതൊക്കെ. ഇതൊക്കെ എത്രയാ കണ്ടത്? അതെന്താണേലും അറിയാം. എഴുതാൻ പറ്റുന്നില്ല. കുറെ നാളായില്ല ഇത് ചെയ്തിട്ട്. മമ്മി പറ, എന്താ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? എന്താ? പൊറോട്ടയും ബീഫും. പൊറോട്ട ബീഫില്ല, അല്ല ബീഫാണ്. പൊറോട്ടയും ബീഫും. ഇതുവരെ കഴിച്ചത് ഏറ്റവും അടിപൊളി പൊറോട്ടയും ബീഫും കഴിച്ചിടണം? ഒരുവിധം എല്ലാം നമുക്ക് ഇഷ്ടം. തട്ടുകടയിലെ മെയിനായിട്ട് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പണ്ടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മളിപ്പം ആരെങ്കിലും ഒക്കെ വിളിക്കാൻ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവിനെ ആരെങ്കിലും എയർപോർട്ടിൽ വിളിക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കഴിക്കുന്നതിന്റെ പൊറോട്ടയുടെ ടേസ്റ്റ് വേറെയാണ്. പിന്നെ പണ്ട് നമ്മള് ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഇതിലെ പൊറോട്ട മേടിച്ചിട്ട് പൊറോട്ടയ്ക്കകത്ത് പാലൊക്കെ ഒഴിച്ച് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ട് കഴിക്കും. അത് നല്ല അതൊന്നും ട്രെൻഡ് ആയിട്ടില്ല. പക്ഷെ പണ്ടത്തെ ആൾക്കാരുടെ നൊസ്റ്റാൾജിക് സാധനം. അത് ഇഷ്ടമാണ്. പിന്നെ പൊറോട്ട നമുക്ക് എന്തും കാണിക്കാമല്ലോ. റോൾ ഉണ്ടാക്കാം, പൊറോട്ട ബീഫ്, പൊറോട്ട ചിക്കൻ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? അത് സിമ്പിൾ സാധനം. ആദ്യം ഞങ്ങള് 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നതാ. ഇനി ഞങ്ങൾ വരാൻ പോകുന്നു. എഴുതിയോ മമ്മി? എന്താണ്? ബിരിയാണി. ഓക്കെ, ചേച്ചി കഴിച്ചാൽ ഏറ്റവും അടിപൊളി ബിരിയാണി എവിടെന്നാ? അങ്ങനെയല്ല, അത് ഒക്കേഷണലി ആണല്ലോ. ചില ടൈമില് ചില സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണി അങ്ങനെ. എനിക്ക് തോന്നുന്നു ശുങ്കു ഉണ്ടായ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇവിടെ നിന്ന് അടുത്ത് കുറച്ച് സ്ഥലത്തിന്റെ പേര് എനിക്കല്ല, അങ്ങനെ അവിടെ നിന്ന് ഒരിക്കലും ഇങ്ങനെ മറ്റേ കൈമ റൈസിന്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അത് സ്റ്റില് പിന്നെ ഞാൻ അവിടെ കഴിക്കാൻ പോയിട്ടുണ്ട്, അതുപോലെ കിട്ടിയിട്ടില്ല. നമുക്ക് ചില സമയങ്ങളിൽ ചില കടകളിൽ കിട്ടുമ്പോൾ നല്ല ബിരിയാണി. എനിക്ക് ഈ കൈമ റൈസിന്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ്. അതിന്റെ പ്രത്യേക ടേസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത്. ചേച്ചി ഏത് കളർ സാരി എടുക്കുന്നതാണ് ചേട്ടൻ ഇഷ്ടം? എല്ലാ കളറും എടുത്താലും ഇഷ്ടം. ഒരു കളർ പറയണം. മമ്മി നോക്കുന്നു. ഇപ്പൊ നമുക്കൊന്നില് അറിയാം. മമ്മി പറ. അവക്ക് ബ്ലാക്ക് ആ കൂടുതൽ ഇഷ്ടം. ചേട്ടന് ചേച്ചി എടുക്കുന്നത് ഇഷ്ടം? അവക്ക് ബ്ലാക്ക്. ചേച്ചി ബ്ലാക്ക്, ചേട്ടാ ബ്ലാക്ക്. ഇതോടെ കഴിഞ്ഞ കേട്ടോ. തുടങ്ങിയിട്ടുള്ളോ? ഇനി അറിയാൻ പാടില്ല. ഓക്കെ,
ചേട്ടന്റെ ലോക്ക് സ്ക്രീൻ പിൻ. ഇപ്പൊ അത് ഫോണിന്റെ ലോക്ക് സ്ക്രീൻ അതെനിക്കറിയാം. അത് എഴുതി കാണിക്കണോ? എന്നിട്ട് ഇത് കഴിഞ്ഞ ചേട്ടൻ ഒന്ന് മാറ്റിയാൽ മതി. ഞാനെങ്കിലും ഫോൺ അടിച്ചോണ്ട് പോയാൽ അത് മാറ്റാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഫേവറേറ്റ് ആണ്. അതാ കുഴപ്പമില്ല, പറഞ്ഞോ. ആ ചേട്ടാ എല്ലാവരും ഫോൺ അടിച്ചോണ്ട് പോയി എന്നെ പറയരുത്. അതാണ് അത് ഹൈഡ് ചെയ്തായില്ല. ആ ഹൈഡ് ചെയ്താ ഓക്കെ. മമ്മിക്ക് അറിയത്തില്ല. ഓ അതും കറക്റ്റ്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. എല്ലാവരും ചേട്ടന്റെ ഫോൺ അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ. അതിന്റെ നമ്പറിന് ശ്രദ്ധിച്ചോ? എനിക്ക് മനസ്സിലായില്ല. 2255. ഇനിയിപ്പോ ആരും അറിയില്ല. ഓ ഓക്കെ. പണ്ട് മുതലേ ഉള്ള ഒരു മോഹൻലാൽ ഫാനാണ്. ഇത് മമ്മൂട്ടി ഫാന്. ഞാനും ടീം മമ്മൂട്ടി ഫാൻ. ഞങ്ങൾ അടിയാ. ആണോ? അങ്ങനെയല്ല, എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഒരിത്തിരി ഇഷ്ടം കൂടുതൽ ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതെ അതൊക്കെ അത്രേ ഉള്ളൂ. വഴക്കുണ്ടാക്കിയാൽ ആരാണ് ആദ്യം സോറി പറയാ? എഴുതിയാ മതി. നോക്കട്ടെ. ചേട്ടൻ ചേട്ടൻ ചേട്ടനാണോ സോറി പറയുന്നത്? ചേട്ടൻ എങ്ങനെയാണ് വഴക്കൊന്ന് ഇതാക്കുന്നത്, സോൾവ് ആക്കുന്നത് എങ്ങനെയാ? അങ്ങനെയല്ല, ആരെങ്കിലും ഞങ്ങൾ അങ്ങനെ വലിയ വഴക്കുകൾ ഉണ്ടാക്കാറില്ല. ഉണ്ടാവാറുണ്ട്, ദിവസം 5 പ്രാവശ്യം. അങ്ങനെയല്ല, കുഞ്ഞു വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതങ്ങ് എന്താ പറയാ, മുന്നോട്ട് കൊണ്ടുപോകാറില്ല. ആരെങ്കിലും ഒരാളൊന്ന് വിട്ടുകൊടുക്കും. പക്ഷെ കൂടുതലും ചേട്ടനായിരിക്കും അങ്ങ് വിട്ടു തരുന്നത്. ചേട്ടൻ പെട്ടെന്ന് ചേച്ചിയെടുത്ത് ദേഷ്യപ്പെടുന്ന എന്തിനു വേണ്ടിട്ടാ? എന്ത് കാര്യം നമുക്ക് അങ്ങനെ എല്ലാത്തിനും പെട്ടെന്ന് ദേഷ്യപ്പെടും? അങ്ങനെ എല്ലാ ചേട്ടൻ ഒരുപാട് ദേഷ്യപ്പെടാറില്ല. ഞാനാണ് പൊതുവെ പെട്ടെന്ന് എല്ലാത്തിലും നമ്മളെ എന്ത് വള്ളി പോയാലും കയറി പിടിക്കുന്ന ആ ഒരു സ്വഭാവം. പക്ഷെ അങ്ങനെ വലിയ ചേട്ടൻ ദേഷ്യം ഒരു സഹിച്ച ഒരു ലിമിറ്റ് കഴിഞ്ഞാലേ ദേഷ്യപ്പെടാറുള്ളൂ. അങ്ങനൊന്നും ദേഷ്യമില്ല. ചേച്ചിക്ക് ചേട്ടൻ വാങ്ങി തന്ന ഫസ്റ്റ് ഗിഫ്റ്റ്? എന്റെ കർത്താവ്, ഇതിപ്പോ എന്ത് ചെയ്തു? ഞാൻ കുടുങ്ങിയല്ലോ. ഞാനും കുടുങ്ങി. കുടുങ്ങി മാറുവോ? ഇല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മമ്മിക്ക് അറിയോ? എനിക്കറിയത്തില്ല. മമ്മിയോട് അറിയത്തില്ല. മമ്മിയോട് അങ്ങനെ പ്രേമിക്കുന്ന സമയത്ത് പറയാം. നോക്കട്ടെ. വാച്ച്. എനിക്കൊരു റെഡ് സ്റ്റാഫ് ഉള്ള ഒരു ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച്. അതിപ്പോഴും ഉണ്ടോ? സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. അതേ ഉള്ള ആകെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് അല്ല, ഫസ്റ്റ് വാങ്ങി തന്നത് അതാണ്. എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ട് പോയ ട്രിപ്പ് എവിടെയായിരുന്നു? പ്രേമിച്ചോണ്ടിരിക്കുമ്പോ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. അല്ല എന്നാലും ആദ്യമായിട്ട് ട്രിപ്പ് എവിടെ പോയേ? എഴുതി നീ എന്തേലും. ഞങ്ങള് കൽക്കട്ടയില ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ട്രിപ്പൊന്നും പോയിട്ടില്ല. എന്നാ കല്യാണം കഴിഞ്ഞിട്ട് പോയ ആദ്യത്തെ ട്രിപ്പ്? അത് പള്ളിയായിരിക്കും. പള്ളിയാ? പല പല എഴുതിക്കോ. എഴുതണോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാ, പള്ളിയാണ്. പള്ളി. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു പള്ളി, ഇങ്ങനെ മണർകാട് ഉൾപ്പള്ളി, അങ്ങനെ 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 അങ്ങ് പോയി. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ്. ഒരുവിധം എല്ലാ ആൾക്കാരുടെയും ട്രിപ്പ് അതായിരിക്കും. ആണല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തീർത്ഥാടന യാത്രയാണ്. ഫാമിലി എല്ലാവരും കാണുന്നത്. ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാവരും വീട്ടിൽ ഫാമിലി ടീം എല്ലാം കാണും. ഓരോ പള്ളികളും കയറി 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 മിഥുനം പോലെ. ഇതിനും പോലെ. ചേച്ചി ഉണ്ടാക്കുന്നതില് ചേട്ടന്റെ ഫേവറേറ്റ് ഡിഷ്? അവള് ചേച്ചി ഉണ്ടാക്കിയാലും പറയല്ലോ ഇത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തുണ്ടാക്കി കൊടുത്താലും സൂപ്പറാ. ആണോ? ഇത്രയും നല്ല തങ്കപ്പെട്ട ഭർത്താവിന് എവിടെ നിന്ന് കിട്ടും? എല്ലാം സൂപ്പറാ. ആണോ? ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലേ? എന്നായിട്ടൊന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യും. എന്തുവാ നീ എഴുതേ? അവിടെ എഴുതിയിട്ട് വേണം ഇവിടെ നോക്കി എഴുതാൻ. നോക്കി എഴുതിയൊന്നുമില്ല. അല്ല, ഇവിടെ ഒരുപാട് എനിക്ക് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല അങ്ങനെ നാക്കിലുള്ള ഒരു രുചി ഏതാ? മന്തി ഉണ്ടാക്കാറുണ്ട്. എഴുതിക്കോന്ന് പറഞ്ഞിട്ടാണ് അവള് വെറൈറ്റി മന്തിയിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ വേറെ സാധനം, നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ഉസ്ബെക് ബിരിയാണി, ഉസ്ബെക് പുലാവ്.
അത് ഉസ്ബെക്കിസ്ഥാൻ പുലാവ് മട്ടനുണ്ട് അത് ഉണ്ടാക്കി കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാ. അപ്പൊ നമ്മുടെ മമ്മിയും കുഞ്ഞുമണിയും ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ ആരാണ് കൂടുതൽ പോസസീവ്? ആരാണ്? ഓക്കെ, നോക്കട്ടെ. ചേച്ചിയാണോ? ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചത്. ഇല്ലില്ല, അത് എല്ലായിടത്തും അങ്ങനെയാണല്ലോ. നമുക്കൊരു പൊസസീവ്നെസ് ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ ആളുടെ അടുത്ത്. അതുണ്ട് തീർച്ചയായും. അടുത്ത ചോദ്യത്തിലേക്ക്. റിലേഷനിൽ ആയിരുന്ന സമയത്ത് പരസ്പരം നൽകിയിരുന്ന ഒരു പ്രോമിസ്. ഇപ്പൊ നമുക്ക് കുറച്ച് വർഷം അങ്ങനെ മുന്നോട്ട് ഓർത്തിരിക്കുന്ന അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ചേട്ടൻ ഓർമ്മ വരുന്നില്ല. സാധാരണ ഞാനാണ് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്, പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. കല്യാണം കഴിഞ്ഞിപ്പം എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. 10 വർഷമായി. 10 വർഷം മുന്നുള്ള കാര്യല്ലേ, മറവി. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ. ചേച്ചി എന്തെങ്കിലും എഴുത്. എന്തുവാ എഴുതി വിട്. എഴുതാൻ ഓർമ്മ വരുന്നില്ല. ചേട്ടനോട് എസ് എഴുതുക. എഴുതുന്നു, ഒളിച്ചു വെക്കുന്നു, ഒന്ന് എഴുതാൻ സമയം. ചേച്ചി തോറ്റു. ഞാൻ തോറ്റു. ഇല്ല, തോറ്റാലും ഞാൻ തോറ്റു. അതിലൂടെ എനിക്ക് അറിയാലോ ആ പ്രോമിസ് എന്തോ. ഞാൻ സുല്ല്. ചേട്ടൻ അറിയാൻ ക്യൂരിയസ് ആയി. അതല്ല, അതില് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ചെയ്ത പ്രോമിസ് നടത്തി തരാത്ത പ്രോമിസ് അങ്ങനെയാണോ? അല്ല, നടത്തി തന്നിട്ടുള്ള പ്രോമിസ് എഴുതിക്കോ. അതല്ലേ ബ്യൂട്ടി. നടത്തി തന്നാണോ എഴുതണ്ടേ? ചേട്ടൻ നടത്തി തരാത്ത തരാത്ത എഴുതി. ചേച്ചി നടത്തി തരാത്ത എഴുതി. നമുക്ക് കുറെ ഞാൻ എഴുതി എന്താണേലും. നോക്കട്ടെ. ഒരു ടൂറ് കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒരു സ്ഥലത്തേക്ക്. ഹണിമൂൺ ട്രിപ്പ്. അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ അവിടെ ഞങ്ങൾ അവിടെ ആയിരുന്നു. കഴിഞ്ഞപ്പോ കല്യാണം കഴിയുമ്പോ എവിടെ സിക്കിം, ആ ടൈമിൽ അവിടെ നിന്ന് എല്ലാരും ഇങ്ങനെ പോവായിരുന്നേ. അപ്പൊ ട്രിപ്പ് ഉണ്ടാന്ന് പറഞ്ഞായിരുന്നു. അത് ഇതുവരെ നടത്തി തന്നിട്ടില്ല. ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെയാ ഇനി പോവാൻ ആഗ്രഹമുള്ളേ? അങ്ങനെ വെച്ച് കഴിഞ്ഞാ അപ്പൊ അങ്ങനെയല്ല, പല നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ദുബായ് കാണണം. ദുബായ് പോണെന്ന്, തുർക്കി പോണെന്നുണ്ട്, പാരീസ്, ദുബായ് പോണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം. ഒരുമിച്ച് ജീവിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയ ശേഷം രണ്ടുപേരും ആദ്യമായി ഒരേപോലെ ഇത് തുറന്നു പറഞ്ഞ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്. ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിലാണ് പറഞ്ഞത്. ആണോ? വീട്ടിലാ പറഞ്ഞത്. അങ്ങനെയല്ല, ഫ്രണ്ട്സിന്റെ അടുത്ത്. ഞങ്ങള് ഒരേ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു. വീട്ടിലാണ്. ഒരു വർഷം വരെ നമ്മൾ അറിയാതെ പ്രണയിച്ചു. അത് കാരണം ഞങ്ങളുടെ വാർഡിൽ 36 പെൺപിള്ളേരും 4 ആൺപിള്ളേരുണ്ടായിരുന്നു. അപ്പൊ എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഒരു 1 ഇയർ വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലാണ് പറഞ്ഞത്. വീട്ടിൽ പറഞ്ഞു ഓക്കെ. ചേട്ടൻ എന്നാലും ചേച്ചിനെ ഫസ്റ്റ് കണ്ടപ്പോ ഇഷ്ടായിരുന്നോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ? അതെ, എനിക്ക്. ഞാൻ പിന്നെ പുറകെ നടന്ന് വളച്ചെടുത്തു. എന്താ ഇഷ്ടപ്പെട്ടെ? ചിരി. ചിരി. നോക്കട്ടെ, ചിരി നുണക്കുഴി. അതില് നമ്മള് വീണു. ചേച്ചിക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? അത് നമ്മള് പിന്നെ നമ്മള് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പെടുത്തി നടന്നു പറയാം. അങ്ങനെ പെടുത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ കണ്ടു പെട്ടെന്ന് ഇഷ്ടം അങ്ങനെയൊന്നല്ല. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു, കൂട്ടായിരുന്നു. അങ്ങനെ ഗ്രാജുവലി വന്നൊരു റിലേഷൻ. ക്യാരക്ടറിലോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ടാവല്ലോ. അയാള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, കെയറിങ് ആണ്. അങ്ങനെയൊക്കെ ജോലി സ്ഥലത്തല്ല, ആ കെയറിങ് അങ്ങനെയല്ല, ജോലി സ്ഥലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അല്ലാതെ പുറത്ത് നമുക്ക് എന്ത് ഹെൽപ്പ് എന്നല്ല എല്ലാരടുത്തും ഭയങ്കര ഒരു നല്ല ക്യാരക്ടർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൂട്ടുകൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. 10 വർഷമായി, 2 പിള്ളേരുമായി. മൊത്തം 12 വർഷമായി. 12 വർഷമായി. 2 പിള്ളേരായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ചേച്ചിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താണ്? ലൈഫിൽ കൂടുതൽ പേടിയുള്ള കാര്യങ്ങൾ, ചേച്ചി ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്നത് എന്തൊരു കാര്യം? എല്ലാത്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിച്ചത് എന്തിന്റെ പേരില്ല? അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം, പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വന്നാല് അങ്ങനത്തെ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും ടെൻഷൻ അടിക്കുന്ന വ്യക്തിയാണ്. റീസെന്റ് പറഞ്ഞപ്പോ എന്താണ് റീസെന്റ് പറഞ്ഞപ്പോ
നോക്കി എഴുതുന്നതൊക്കെ വേണ്ട. ചേച്ചി എഴുതി സ്ട്രെസ് ചോദിച്ചില്ലേ? അപ്പൊ റീസെന്റ് ആയിട്ട് നിന്റെ സ്ട്രെസ് കൂടുന്നത് എന്തിനാണ്? എന്റെ പേരൊന്നും എഴുതി വെക്കരുത്. ഇങ്ങനെ തഗ് പറയാൻ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? പറയല്ലേ. റീസെന്റ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോ അവർക്ക് എല്ലാം സ്ട്രെസ്, അതുകൊണ്ട് എന്ത് എഴുതണമെന്ന് അറിയാം. അത് തന്നെ എനിക്കെല്ലാം സ്ട്രെസ്സാ. എന്തേലും അസുഖം ചേട്ടൻ എന്താ ചെയ്തേക്കുന്നത്? വർക്ക് വർക്കിന്റെ ലോഡും നന്നായിട്ട്, അത് ഞാൻ ഏറ്റവും സ്ട്രെസ്. ഓരോ ദിവസം ജോലി കഴിഞ്ഞ് ഓൺ ദ വേയില് എന്റെ സ്ട്രെസ് ഫുള്ള് ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ് അല്ലോ. ഓക്കെ, അപ്പം അവിടുത്തെ വർക്ക് ലൈഫും പിന്നെ ഫാമിലി ലൈഫും ഒക്കെ എങ്ങനെയാ ബാലൻസ് ചെയ്ത് പോകുന്നേ? അതിന്റെ ഇടയ്ക്ക് വീഡിയോ ക്രിയേഷനും എല്ലാം ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് കട്ടക്ക് നിൽക്കും, അങ്ങനെ അങ്ങ് പോകും. പിന്നെ മോൻ ഇത്തിരി വലുതായില്ല, അവനും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പൊ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു. ഒരാള് ജോലി ചെയ്യുമ്പോ ഒരാള് വീട്ടില് അങ്ങനെ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യും. കുഞ്ഞിയുടെ കാര്യങ്ങളാണേലും പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കാരണം അങ്ങനെ എന്താ പറയാ, ഞാനിത് ചെയ്യുള്ളൂ, നീ ഇത് അങ്ങനത്തെ ഒരു ഇതില്ല. രണ്ടുപേരും എന്താ പറയാ ഈക്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ചെയ്യുന്ന കാരണം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടുതലും അവള് തന്നെ ചെയ്യുന്നത്. എന്നാലും എങ്കിലും നമുക്കൊരു പുഷ്, ഒരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്താണേലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ അവള് കിടന്ന നൈറ്റ് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് കുഞ്ഞിന് കാര്യങ്ങളെല്ലാം നോക്കുകയും, പിന്നെ നമ്മള് പണ്ട് പഠിച്ച രീതിയിൽ അവിടെ പോയി ഫോളോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതേ വാശി എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ ഇതാവും. നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ഈ അടുത്ത ചോദ്യം നിങ്ങൾ രണ്ടുപേരും എന്തായാലും ആൻസർ ചെയ്യണം കേട്ടോ, എന്തായാലും ആൻസർ ചെയ്യണേ. ഓക്കെ, ചേട്ടനെ കാണുമ്പോൾ ഏത് സിനിമാ താരത്തിന്റെ ലുക്ക് ഉണ്ടെന്നാണ് ചേച്ചി പറയാറുള്ളത്? ചേച്ചി പറയാറുള്ള അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ സിനിമാ താരത്തിന്റെ ലുക്ക് ഒന്നും തോന്നുന്നു. സ്കൂളിലൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഒരുപാട് ഇരട്ട പേരുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് തന്നെ ഇത് ചെയ്ത് ഇപ്പൊ കൈപ്പനാക്കി. ചേച്ചിക്ക് ആരെയും തോന്നിയിട്ടൊന്നുമില്ല? എനിക്ക് അങ്ങനെ സിനിമാ താരത്തിന്റെ ലുക്ക് ഒന്നും തോന്നിയിട്ടില്ല. ചേച്ചിനെ കാണാൻ ആരെപ്പോലെങ്കിലും ഉണ്ടെന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഓരോ വീഡിയോസിന്റെ ഇടയിൽ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് വരുന്നതാണ്. അല്ലാതെ മറ്റേ മോഹൻലാലിന്റെ റൺ ബേബിയിലെ അമലാപോൾ ആദ്യ സമയങ്ങളിൽ ആ ചെറിയൊരു വണ്ണം ഇല്ലാതെ ഇരുന്ന ടൈമിൽ ഇങ്ങനെ ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ട്. ഇപ്പൊ അത് മാറി. മുൻപേവാൽ ആ പാട്ടില്ലേ, ഭൂമികയോ അല്ല ചെറുതായിട്ട് അല്ല, അത് ഓരോരുത്തരെ കാഴ്ചയാണല്ലോ. നമുക്കിപ്പോ ഒരാളെ കാണുമ്പോൾ തോന്നുന്ന രീതിയിലായിരിക്കും ഓരോരുത്തരെ വ്യൂ വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങളുടെ കല്യാണ വാർത്ത കേട്ട് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയി പോയി, ഷോക്ക് ആയി പോയൊരു ഫ്രണ്ട്? സർപ്രൈസ് ആയി ഷോക്ക്, കാരണം നിങ്ങൾ ഒളിച്ച് ആരുടെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവർക്കും നമുക്ക് അറിയായിരിക്കും, നമ്മള് പറയാതിരിക്കുന്നതായിരിക്കും. നമ്മളെക്കാളും നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ നമ്മുടെ ഫ്രണ്ട്സ് നാട്ടുകാർക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ഷോക്ക് ഒന്നും ആരും ആയിട്ടില്ല. ഞങ്ങള് തന്നെ ഷോക്കിടാറ്. കല്യാണം വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ മാത്രം മറ്റേ കല്യാണം പറയാൻ നഴ്സിംഗ് സൂപ്രണ്ടന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോ പോയി കല്യാണമാണ് ഇങ്ങനെ പറഞ്ഞപ്പോ പെണ്ണായിരുന്നു അതാ നിക്കുന്നത്. അന്നേരം പുള്ളിക്കാരി ഷോക്ക്ഡായിരുന്നു. ഓക്കെ, ചേട്ടൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്ത് കാര്യത്തിലാണ്? ചേച്ചി ലൈഫിൽ വന്നതിന് ശേഷം ചേച്ചി ചേട്ടൻ ഏറ്റവും സങ്കടപ്പെട്ട് കണ്ടിട്ടുള്ള ഒരു പോയിന്റ് എപ്പോഴാണ്? ചേച്ചി എനിക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതണ്ട കേട്ടോ. നോക്കട്ടെ. ഞാൻ ശുങ്കുവിന്റെ സർജറി ചെയ്തത് കാരണം ഞാൻ വന്നിട്ട് എന്തുവാ ആദ്യമായിട്ട് കണ്ണ് അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞ് കരയുന്ന കണ്ടിരിക്കണം. ശുങ്കു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ സർജറിക്ക് കയറി. അന്നേരം
അങ്ങനെ ടെൻഷൻ അടിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ കരഞ്ഞ് കണ്ണീന്ന് വെള്ളം വന്ന് അങ്ങനെ ഫാമിലി കരഞ്ഞ് മിസ്സിങ്ങിലെല്ലാം ഉണ്ട്. ഞാൻ പണ്ട് നമ്മള് 5 വർഷം 5 സൗദിയിൽ, ഞാൻ ഇസ്രായേലിലും കുഞ്ഞു നാട്ടിലുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഫാമിലി മിസ് ചെയ്യുന്ന സമയങ്ങൾ, ഓർക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വിഷമങ്ങൾ വരാറുണ്ട്. അതെല്ലാം ഒരു വലിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ലാസ്റ്റ് 5 വർഷം നമ്മള് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു. ഓക്കെ, ചേട്ടന്റെ ക്യാരക്ടറിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് വേണം. അതിന്റെ ഞാനിപ്പോ പറഞ്ഞോണ്ട് എഴുതും. എഴുതിയോ? എന്താ ചേച്ചി എഴുതിയിട്ടില്ല? ഞാൻ എഴുതിയില്ല. എഴുത്. എന്താണിത്? അത് ഒന്നായിരിക്കത്തില്ല. ഫോൺ യൂസേജ്. അത് മീൻസ് അങ്ങനെയല്ല. ഫോൺ യൂസേജ് എന്ന് പറയുകയാണെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കും, നമ്മൾ എന്തെങ്കിലും പോയി പറയത്തില്ലേ, അതിനകത്ത് കേൾക്കത്ത് പോലും ആ ഒരു ക്യാരക്ടർ മാറ്റണം. എന്തുവാ വെള്ളമടി? അത് വെള്ളവടി മാറ്റണം എന്ന് പിന്നെ അത് പരസ്യമാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതാക്കിയതാ. ഇതുപോലെ ചേച്ചിയുടെ ക്യാരക്ടറിൽ ഒറ്റയ്ക്ക് ഉള്ള മദ്യപാനമൊന്നും ഇല്ല. ഫ്രണ്ട്സായിട്ട് കൂടുമ്പോ എന്റെ ക്യാരക്ടറിലോ മാറ്റം. പകരത്തിന് പകരം അത് പറയുമ്പോ തന്നെ സ്ട്രെസ്സാ. ഇല്ലല്ലേ, അത് തന്നെ എഴുതുന്നില്ല. ഈ സ്ട്രെസ് കൊണ്ടുള്ള ചില സമയങ്ങളിലുള്ള മൂഡ് മാറ്റവും സ്വിങ്സ്, ദേഷ്യം, സ്ട്രെസ്സും കൊണ്ടുള്ള ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ പൊതുവെ. അത് എന്റെ അടുത്ത് എപ്പോഴും പറയും അത് നല്ലതല്ല, അത് കുറയ്ക്കണം എന്ന്. ഞാനത് തന്നെ എഴുതി വെച്ചാൽ. ചേച്ചി ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുമ്പോ ചേട്ടൻ അത് എങ്ങനെയാണ് അതൊന്ന് ഡീൽ ചെയ്യുന്നത്? എങ്ങനെയാ? നല്ലോണം വന്ന് ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഇറിറ്റേറ്റ് മീൻസ് അങ്ങനെയല്ല, ഇവര് മോനാണേലും വന്ന് നമ്മളിങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തില്ലേ, അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മൾ കുറച്ച് കഴിയുമ്പോ നമ്മള് നോർമലി അങ്ങ് ഇതായി പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മൾ പുറകെ നടന്ന് ശ്രമിക്കാറുണ്ട്. നമ്മളിങ്ങനെ പുറകെ നടന്ന് ചൊറിയാന്ന് പറയത്തില്ല, അങ്ങനെ രണ്ടുപേരും. അതല്ല, അത് നല്ലതല്ലേ. ഇപ്പൊ ഒരാള് വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ പോയിട്ട് അങ്ങോട്ട് ചൊറിയ, നമ്മളൊരു ഡാൻസ് കളിക്കുക. അയ്യോ, നിങ്ങളുടെ ആ ഒരു വീഡിയോ ഇല്ലേ ചേച്ചി, ലൈക് ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് ചേട്ടൻ ഡാൻസ് കളിച്ച വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു സ്ട്രെസ് റിലീഫ്. അത് തീർച്ചയായും അന്നേരം കൂടെ ഉള്ളത് നമുക്ക് ഭയങ്കര റിലീഫാണ്. നമുക്ക് സപ്പോർട്ടിന് ഒരാൾ കൂടെ ഉള്ള ഒറ്റയ്ക്ക്. കാരണം എനിക്ക് 2 ഡെലിവറിയിൽ വരാം. മോന്റെ സമയത്ത് കൂടെ ഉണ്ടായില്ല, മോളുടെ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡിഫറൻസ് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. നമുക്ക് കൂടെ ഒരാൾ മീൻസ് നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ അത് ഭയങ്കര സപ്പോർട്ടാണ്. ശരിക്കും അത് ഭയങ്കര ഡിഫറൻസ് ആണ്, അല്ലാതെ ഒറ്റയ്ക്ക് അവിടെ പോയി ഇങ്ങനെ ഇതാവുന്നതിനേക്കാളും. ചേട്ടൻ ലൈഫിൽ വന്നതിന് ശേഷം ചേച്ചിക്ക് ഉണ്ടായ ഒരു ചേഞ്ച് എന്തായിരിക്കും? പിന്നെ എന്താ, അങ്ങനെയല്ല, ഞാൻ എല്ലാം ഇത്രയോടെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചു. പണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാന്നല്ല, പണ്ട് ഭയങ്കരമായിരുന്നു. ഒരു കാര്യം ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ പോയി ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. എന്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് ചെല്ലാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ മാറി. ചേട്ടാ, ചേച്ചി വന്നതിന് ശേഷം ചേട്ടന്റെ ലൈഫിൽ വന്ന ചേഞ്ച് എന്താണ്? റിച്ച് ലൈഫല്ലേ, നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ എന്റെ 27-ാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ചാൻ എല്ലാത്തിനും. നമ്മുടെ മമ്മി അപ്പൊ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. മമ്മി പറയും, ഇനി മമ്മിയുടെ ഇനി ആഗ്രഹങ്ങളാ, മമ്മിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്റെ സ്വപ്നങ്ങളെല്ലാം ഒരുമാതിരിയൊക്കെ ആയി, എന്നാലും ഇനിയുണ്ട് സ്വപ്നങ്ങള്. മക്കളൊക്കെ സന്തോഷമായിട്ടിരിക്കണം, പേര് നല്ല ഇതായിട്ട് വരണം എന്നുള്ള വലിയ ആഗ്രഹം. ഏറ്റവും വലിയ ഡ്രീം എന്തായിരുന്നു? ഏറ്റവും വലിയ ഇതാന്ന് പറഞ്ഞാൽ മക്കൾ നല്ല ഇതാവണമെന്നായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു നല്ലൊരു ലൈഫ് തന്നെ ഇനിയും മുന്നോട്ട് പോട്ടെ. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണണം. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.